ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. നവകേരളത്തിന്റെ വികസന വഴികളിൽ തദ്ദേശ ജനവിഭാഗക്കാർ പിന്തള്ളപ്പെടാതിരിക്കാൻ സർക്കാർ നിരവധി പദ്ധതികൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പട്ടികജാതി പട്ടികവർഗ സംസ്ഥാനതല സംഗമം മലമ്പുഴ ട്രൈപ്പൻഡ ഹോട്ടൽ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നൂതന സാങ്കേതികതയുടെ സാധ്യതകൾ ഗുണകരമാക്കുന്ന രീതിയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കിടയിൽ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ഘട്ടത്തിൽ നടത്തി തീർക്കാനാണ് വർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി കുറെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇനിയും എന്തെല്ലാം നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്രിയാത്മകമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിൽ ഭൂരിഭാഗവും നടപ്പാക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനം തുടങ്ങിവെച്ച പല പദ്ധതികളും പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഘട്ടമാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ കൃത്യമായ സംവരണ തത്വം പാലിച്ച് 2.45 ലക്ഷത്തോളം നിയമനങ്ങൾ PSC വഴി നടത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക റിക്രൂട്ട്മെൻറ്റും നടത്തി. ബഡ്ജറ്റിൽ ജനസംഖ്യാനുപാതത്തിൽ കൂടുതലാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്കായി സംസ്ഥാന സർക്കാർ നീക്കിവെക്കുന്നത്. 9.1% പട്ടികജാതി വിഭാഗക്കാർക്ക് ബജറ്റ് വിഹിതം 9.8% നൽകിയത്. 1.4% പട്ടികവർഗ വിഭാഗക്കാർക്ക് ബജറ്റ് വിഹിതം 2.89% നൽകി. 6 ലക്ഷം പട്ടിക വിഭാഗ വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുന്നതിന് 84 പ്രീ മെട്രിക് ഹോസ്റ്റൽ, 19 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളും, പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് 110 പ്രീ മെട്രിക് ഹോസ്റ്റലുകളും 10 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളും ഒരുക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്, വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി, K രാധാകൃഷ്ണൻ MP എന്നിവർ മുഖ്യാതിഥികളായി. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ VK രാമചന്ദ്രൻ, MLAമാർ, അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ, പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ ധർമ്മലശ്രീ, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ രേണുരാജ്, ജില്ലാ കളക്ടർ G പ്രിയങ്ക, ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സംഗമത്തിൽ ക്ഷണിക്കപ്പെട്ടവരിൽ റാപ്പറും ഗാനരചയിതാവുമായ ഹിരൺദാസ് മുരളി എന്ന വേടനും ഗായിക നഞ്ചിയമ്മയും പങ്കെടുത്തു. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.